എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ മഹനീയ നഗരിക്ക് പേരിട്ടിരിക്കുന്നത് കാളമ്പാടി ഉസ്താദ് നഗർ എന്ന. ആ പേരിടുമ്പോൾ തന്നെ നമ്മുടെ പരിപാടി ഏകദേശം പകുതിയിലധികം വിജയിച്ചു കഴിഞ്ഞു. അല്ലാഹു ആ മഹാനുഭാവന്റെ കബറിടത്തിലേക്ക് ഈ മഹനീയ സദസ്സിന്റെ പ്രാർത്ഥന അണികളായ നമ്മൾ കൊടുക്കുന്ന സമ്മാനപ്പൊതിയായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദുമാരെ, ഇന്നും നാളെയും നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി വളരെ മാസങ്ങളായി തന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന, കേൾക്കാൻ കൊതിയോടെ നോക്കിയിരുന്ന ഒരു വിഷയമാണ് ആത്മാവും അസ്റായീലും എന്നത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ വിഷയത്തിന്റെ ഒരു ഭാഗം പോലും 2 ദിവസം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ സാധിക്കില്ല എന്നത് ആ വിഷയത്തിന്റെ കാഠിന്യതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മണിക്കൂറുകളോളം ചർച്ച ചെയ്താലും ആ വിഷയത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് പോലും എത്താൻ കഴിയാതെ ആകെ വിഷമവൃത്തത്തിലായി പോകുന്ന ഒരവസ്ഥയാണ് ആ വിഷയം തിരഞ്ഞെടുത്ത ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് 2 ദിവസവും നമുക്കുള്ളത്. തിരക്കിനിടയിൽ ധാരാളം ജനങ്ങൾ വന്നും പോയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ 10-15,000-ത്തിലേറെ കസേര എടുത്തിട്ട് പോലും തികയാതെ പല സഹോദരങ്ങളും മാറി നിൽക്കുന്നു. അതിലേറെ ജനങ്ങളെ നാം നിലത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടുക. നാളെ ബഹുമാനപ്പെട്ട സംഘാടകർ വേണ്ടതുപോലെ രമ്യമായ രീതിയിൽ കാര്യങ്ങൾ പരിഹാരമായി നിങ്ങളുടെ മുന്നിൽ നടത്തുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. ആത്മാവും അസ്റായീലും എന്നത് നാമുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിലയേറിയ ഒരു വിഷയമാണ്. അതിൽ ഒന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളതും മറ്റൊന്ന് ഒരു അനിവാര്യ ഘട്ടത്തിൽ നമ്മോട് വന്നു ചേരാൻ പോകുന്നതുമാണ്. ഒന്നിപ്പോ നിലവിൽ നമ്മോടൊപ്പമുണ്ട്, മറ്റൊന്ന് ഏത് സമയത്താണെന്നറിയില്ല, വളരെ പെട്ടെന്ന് തന്നെ വലിയ താമസമില്ലാതെ ഒരു അനിവാര്യ ഘട്ടമാകുമ്പോൾ ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാനുള്ളതാണ് രണ്ടാമത് പറയുന്ന അസ്റായീൽ എന്നത്. ആദ്യത്തരം നിലവിൽ നമ്മോടൊപ്പം ഇപ്പോ നിലവിൽ എന്നിലും ഈ ഇരിക്കുന്ന നിങ്ങളിലും അതുണ്ട്. അതിന്റെ പവറിലാണ് ഞാൻ സംസാരിക്കുന്നതും അതിന്റെ പവറിലാണ് നിങ്ങളത് ശ്രവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പോകുന്ന ഖുറൈശികളെ നോക്കി യഹൂദികൾ പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, യസ്അലൂ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ പ്രവാചകൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുക, സലാസിൻ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുക. ആ മുഹമ്മദിനോട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നഖ്ബറക്കും ബിസ്നതൈനി, 2 കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ പ്രവാചകൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം 2 കാര്യങ്ങളെക്കുറിച്ച് 3-നെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 2 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരികയും അംസക്കാൻ സാലിസത്തി 3-ാമത്തതിനെ തൊട്ട് പറയാതെ പിടിച്ചു നിൽക്കുകയും ചെയ്താൽ ബഹുവ നബിയുന്നത് നബിയാണെന്ന് ഞങ്ങൾ ഉറപ്പു പറയുന്നു എന്ന് യഹൂദികൾ ഖുറൈശികളോട് പറഞ്ഞു. ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ യഹൂദികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് പറഞ്ഞത്, യസ്അലൂ മുഹമ്മദൻ സലാസിൻ, മുഹമ്മദിനോട് നിങ്ങൾ 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക.
ആ മുഹമ്മദിനോട് നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോ 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോ 2 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മുഹമ്മദ് മറുപടി തരികയും അംസക്കാൻ സാരസത്തിൽ 3ാമത്തെ കാര്യത്തെക്കുറിച്ച് മറുപടി പറയാതെ മാറി നിൽക്കുകയും ചെയ്താൽ ബഹുനബിയുള്ളത് നബിയാണെന്ന വിഷയത്തിൽ സംശയമില്ല എന്ന് യഹൂദികളാണ് ഖുറൈശികളോട് പറഞ്ഞത്. ആവേശം മുറ്റി നിൽക്കുന്ന ഖുറൈശികൾ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തേക്ക് ഖുറൈശികൾ കടന്നു ചെല്ലുകയാണ്. 3 ചോദ്യങ്ങളാണ് യഹൂദികൾ പറഞ്ഞുവിട്ടത്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹാവാസികളെ കുറിച്ചുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം ദുൽഖർനൈനി രാജാവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. 3ാമത്തെ ചോദ്യം അനി റൂഹി, ആത്മാവിനെ കുറിച്ചുള്ള റൂഹിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഈ 3 ചോദ്യങ്ങളുമായിട്ടാണ് പ്രവാചകരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒന്നാമത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചു ഖുറൈശികൾ. അതൊരു പ്രവാചകർക്കല്ലാതെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെന്ന് യഹൂദികൾക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചുപോയ അക്രമിയായ രാജാവിന്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു അത്ഭുതകരമായി കഴിവുകൊടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാര് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചതമ്പുരാന്റെ നീതിയുടെ പടവാളായി പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടിപ്പോയ മനോഹരമായ കഥയാണ് സൂറത്തുൽ കഹ്ഫ് പറയുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. ആ പ്രിയപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുറൈശികളെ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. യഹൂദികൾക്കറിയാം അതൊരു പ്രവാചകർക്കല്ലാതെ പറയാൻ കഴിയില്ല. അതൊരിക്കലും ഒരു പ്രവാചകർക്കല്ലാതെ ഒരിക്കലും ആ വിഷയത്തെക്കുറിച്ച് വിശദീകരണം കൊടുക്കാൻ സാധ്യമല്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ സംഭവമല്ലേ. ആ സംഭവത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വളരെ ഭംഗിയായി മനോഹരമായി അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് സംശയമില്ലാത്ത തരത്തിൽ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ദുൽഖർനൈനിയെ കുറിച്ച് ചോദിച്ചു, ദുൽഖർനൈനി രാജാവിനെ കുറിച്ച് ചോദിച്ചു. അതും അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ സംശയം മാറുന്ന തരത്തിലെന്ന് മാത്രമല്ല യഹൂദികൾ ഞെട്ടിത്തരിച്ചു പോകുന്ന തരത്തിൽ അത് വിശദീകരിച്ചു കൊടുത്തു. മൂന്നാമതോ ആത്മാവിനെ കുറിച്ച് ചോദിക്കുകയാണ്, റൂഹിനെ കുറിച്ച് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പരിചയമില്ലാത്തവരിക്കണല്ലോ എല്ലാവരും. വാത് കേട്ട് എന്നോട് പണ്ടൊരു ഡ്രൈവർ പറഞ്ഞത് എന്നും വാത് കേട്ടാലും നിസ്കരിക്കാൻ തോന്നില്ല അല്ലേ ഉസ്താദ്? വണ്ടി ഓടിക്കുന്ന എന്നോട് ചോദിച്ചത് അതുപോലെ ആയോ നിങ്ങൾ? എന്നും കേട്ട് കേട്ടിപ്പോ റസൂലുള്ളാഹിയുടെ പേരോട് ഒരു പരിചയമില്ലാത്തവരിക്കണല്ലോ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ നബിയിനാ മുഹമ്മദ് മുസ്തഫ 10,000 പേര് തിങ്ങിക്കൂടിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഹനീയമായ വേദിയില് ഇത്ര സലാത്ത് വന്ന മതിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ആർക്ക് വേണ്ടി വിളിച്ച മുദ്രാവാക്യത്തെക്കാളും ആവേശത്തോടെ രക്തം തിളയ്ക്കുന്ന പടവോടെ ഉന്മേഷത്തോടെ ഈ ഗ്രൗണ്ടിന്റെ അകത്ത് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാധുര്യം കവർന്നെടുക്കുന്നതിന് വേണ്ടി മനസ്സ് നിറച്ച് മഹബത്തോടുകൂടി ചൊല്ലുക ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദൻ അഖ്ബറുക്കും ഉഖ്ബിറുക്കും, നാളെ ഇൻഷാ അല്ലാഹ് നാളെ എന്ത് ചെയ്യാം, നിങ്ങളോട് റൂഹിനെ കുറിച്ച് നാളെ പറഞ്ഞു തരാം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. റൂഹിനെ കുറിച്ച് 3 ചോദ്യം ചോദിച്ചു, 2 ചോദ്യത്തെ കുറിച്ച് മറുപടി കൊടുത്തു. 3ാമത്തെ ചോദ്യത്തിന് നാളെ മറുപടി പറയാം എന്ന് പറഞ്ഞു വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വരാൻ വേണ്ടി കാത്തിരുന്നു. സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും ആരാധ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങാറുള്ളതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ വേവലാതി തീർത്തുകൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള മറുപടിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് കാത്തിരുന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നില്ല. വങ്കതനുൽ വഹിയു 40 യൗമാ, 40 ദിവസം വരെ വഹി ഇറങ്ങിയില്ല. ഒരുപാട് കാര്യകാരണങ്ങൾ പറയുന്നതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. 40ാമത്തെ ദിവസം കഴിഞ്ഞ് മാതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിറങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, യസ്അലൂനക അനിർ റൂഹ്
റൂഹിനെ കുറിച്ച് ചോദിക്കും നബിയേ, അങ്ങയോട് റൂഹിനെ കുറിച്ച് ചോദിക്കും റസൂലേ. ഖുൽ റൂഹു മിൻ അംരി റബ്ബീ, ഖുൽ റൂഹു മിൻ അംരി റബ്ബീ. ആത്മാവ് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു കൊടുത്തു നബിയേ. ആത്മാവിനെ കുറിച്ച് ചോദിക്കും നബിയെ. ആ സമയത്ത് റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു പടച്ചതമ്പുരാനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെ ഒരുപാട് ദൂരെ നിൽക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നാളെ അത് സംഘാടകർ പരിഹരിക്കും. നല്ല സെറ്റാണ്, പക്ഷെ കൗവക്കോടുള്ള ഓപ്പറേറ്റർ അല്ല എന്നെനിക്ക് മനസ്സിലായി. അത് വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല അല്ലേ? അവരാണ് ആവശ്യം. സെറ്റ് ഏതായാലും കുഴപ്പമില്ല, ഓപ്പറേറ്ററാണ് മെയിൻ. അയാളെ എന്ത് വില കൊടുത്ത് നാളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ, ശരിയാവില്ല. നല്ല പയ്യനാണ്, നല്ല ഉഷാർ പയ്യനാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിഹരിക്കാം. അമ്മായിയമ്മ മരുമോളും പോലെ കണക്കൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ട് അതിനും കൂടെ പരിഹരിച്ച് വെക്കണം നല്ല രീതിയിൽ കേട്ടോ. സ്നേഹം ഇങ്ങോട്ട് വേണ്ട, മൂസസ്ഥാനത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഉയർത്തിരിക്കണം, കുറെ ദിവസമായിട്ട് ഓടാണ് എന്നെ വിളിക്കുന്നത്. പാവം അള്ളാഹു താല ദീർഘായുസ്വാലി ആഫിയത്ത് കൊടുക്കട്ടെ. നല്ലതെന്ന് വെച്ചാൽ നല്ല ഉഷാറായിട്ട് വെക്കാം. ആ മുഴക്കമൊക്കെ മാറ്റും. അപ്പോൾ 41-ാമത്തെ ദിവസം മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവിന്റെ റസൂലേ, യസ്അലൂനക റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിച്ചു പോയാൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ഖുൽ റൂഹു മിൻ അംരി റബ്ബീ. ആ റൂഹ് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കും നബിയേ. ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ധാരാളം ചർച്ചകളുണ്ട്. ഒരു സത്തയാണെന്ന് പറയുന്നത്, ജീവനാണെന്ന് പറയുന്നത്, ജീവന്റെ തുടിപ്പാണെന്ന് പറയുന്നുണ്ട്, കലർപ്പില്ലാത്ത ശുദ്ധമായ രക്തമാണെന്ന് പറയുന്നത്, ധാരാളം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആത്മാവിനെ കുറിച്ചുള്ള റൂഹ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചയിൽ ധാരാളം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ യസ്അലൂനക റൂഹ് എന്ന വാക്കിനെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് മലക്കാണെന്ന് പറയുന്നുണ്ട്. അതല്ല ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലുമല്ല, അത് ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിന്തകന്മാർ പറയുന്നത് ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം അത് മനുഷ്യന്റെ ശരീരത്തെ ഉൾക്കൊള്ളുന്ന ഒരു സത്താണ്, അതല്ലെങ്കിൽ ജീവനാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. ആ ആത്മാവുള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ചലിക്കുന്നതും ശബ്ദിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ശ്വസിക്കുന്നതും ഒക്കെ ആ ആത്മാവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ആത്മാവിന്റെ സത്യം കണ്ടെത്താനല്ല നമ്മുടെ വിഷയം. ശാസ്ത്രലോകം എന്തൊക്കെ ജൽപ്പനങ്ങൾ നടത്തിയാലും ആത്മാവിനെ കുറിച്ച് എന്തൊക്കെ ചർച്ചകൾ പറഞ്ഞാലും അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കലോ ഇല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഇടപെടുത്ത ചർച്ചകളുടെ പരിഹാരം കാണലോ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉദ്ദേശം. മറിച്ച് ആത്മാവും നമ്മുടെ ശരീരവും അതുമായി ബന്ധപ്പെട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിലുള്ള ഒരു വലിയ വിലയേറിയ ബന്ധമെന്ന് പ്രിയമുള്ളവരെ ഉണ്ട്. ആ ബന്ധം കണ്ടെത്തിയിട്ട് അതിലൂടെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് ആത്മീയതയുടെ തേരോട്ടം നടത്തുക എന്ന മനോഹരമായ ഒരു രംഗമാണ്, ഒരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലാഹുവിനെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്, ആത്മാവിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ. ആത്മാവിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ മാത്രമുള്ള ഒരു ലോകം. മനുഷ്യരാകുന്ന നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആത്മാവുകൾക്ക് മാത്രമായിട്ടൊരു ലോകമുണ്ടായിരുന്നു. എന്റെയും നിങ്ങളുടെയും ആത്മാക്കൾ അന്നുണ്ടായിരുന്നു. ആലമുൽ അർവാഹ് എന്നാണ് ആ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിരിക്കുന്ന പേര്. ഖുർആൻ ആയത്തതിന് തെളിവാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ശരീരമില്ലാതെ ആത്മാവുകളെ മാത്രം ഒരുമിച്ച് കൂട്ടിയ ഒരുമിച്ച് കൂട്ടിയ ഒരു പ്രത്യേകമായ ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകമുണ്ട്. ആ ആത്മാക്കളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് അല്ലാഹു പടച്ചറമ്പുരാ ആ ആത്മാക്കളോട് ചോദിച്ചു പത്ര അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ആത്മാക്കളും അവിടെ ഒരുമിച്ച് കൂടി എന്ന ശരീരമില്ലാതെ ആത്മാക്കൾ മാത്രമായി ഒരുമിച്ച് കൂടി ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ആത്മാക്കൾ മുഴുവനും അല്ലാഹുവിനോട് സമ്മതിച്ചതാ. അതേ പടച്ചവനെ, അവിടുന്ന് നിങ്ങളുടെ റബ്ബാണെന്ന് സമ്മതിച്ചു പോരാ. ആത്മാക്കളുടെ ലോകമാണ് ഒന്നാമത്തെ ഘട്ടമായി ആത്മാവിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമേതാ? ആലമുൽ അർഹാം. ആലമുൽ അർഹാം നമ്മുടെ ഉമ്മയുടെ ഉദരത്തിനകത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. നമ്മളാരും ആദ്യം ഇങ്ങനെയായിരുന്നില്ലല്ലോ. അല്ലെ, നമ്മുടെ ഇച്ചിരി പവറും പണവും ഒക്കെ ഇപ്പൊ കണ്ടാൽ തോന്നുന്നു നമ്മൾ ആദ്യമേ ഇങ്ങനെ തന്നെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ വ്യക്തമാക്കുകയാണ്. യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി, പുനർജന്മത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്നാണ് നാം പടച്ചത് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ബാക്കിയുള്ള ഭാഗം ഓർമ്മപ്പെടുത്തുകയാ. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ആ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കേവലം ഒരു ബീജത്തുള്ളിയല്ലാതെ ലോകത്തൊരു മനുഷ്യനും ആദ്യമായിട്ട് കേവലം ഒരു ബീജത്തുള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്ന സുമ്മ മിൻ അലഖ, പിന്നെ അതൊരു രക്തക്കട്ടയായി സുമ്മ മിൻ മുദ്ആ, പിന്നെ അതൊരു മാംസക്കട്ടയായി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യർ ഇന്ന് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് മുന്നിലൂടെ ബാഗ് വിളിക്കുമ്പോ മടത്ത് കെട്ടിയിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു പോകുന്നവർ, അഹങ്കാരത്തിന്റെ പടവരം പടിഞ്ഞു വെച്ചിരിക്കുന്നവർ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ആദ്യം കേവലം ഒരു ബീജത്തുള്ളിയായിരുന്നു ഞാനും നിങ്ങളും. അത് കടന്ന് സുമ്മമിൻ അലഖ, പിന്നെ രക്തക്കട്ടയായി സുമ്മമിൻ മുദ്ആ, പിന്നെ അതൊരു മാംസക്കട്ടയായി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അലക്ക എന്ന് പറയുന്നതിന് ശാസ്ത്രലോകം ഒരുപാട് വിശദീകരണം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ എത്രയോ അത്ഭുതകരമായ വാക്കാണ് അലക്ക എന്ന് പറയുന്നത്. അലക്ക എന്ന് പറയുന്ന വാക്കിന് അത്ത എന്ന് പറയുന്ന മലയാള വാക്കുകളോട് സാമ്യമുണ്ടെന്ന് മാത്രമല്ല, അത്തയ്ക്ക് അറബിയിൽ പറയുന്ന പേര് പോലും അലക്ക എന്നാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ്. ശാസ്ത്രലോകം പറയുന്ന ബീജത്തുള്ളി ഗർഭാശയത്തിലേക്ക് വന്നാൽ 6ാമത്തെ ദിവസം അത് പറ്റിപ്പിടിച്ചിരിക്കുമത്രേ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ കാര്യം വ്യക്തമായി പറയുകയാണ്. ശാസ്ത്രലോകം ഞെട്ടിപ്പോകുന്ന തരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാർ തന്റെ കിതാബിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു തുള്ളി ബീജം ഗർഭാശയത്തിലേക്ക് ചെന്നാൽ 6ാമത്തെ ദിവസം അത് അലക്കയാകുമത്രേ, അത് ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുമത്രേ. അത് കഴിഞ്ഞു പിന്നെ ചവച്ചരയ്ക്കപ്പെട്ട മാംസം പോലെ എന്റെ ശരീരത്തിന്റെ അവസ്ഥ അല്ലാഹു മാറ്റുകയാണ്. അവിടേക്കാണ് 4ാമത്തെ മാസം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഹദക്കും യജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. ഉമ്മായുടെ ഉദരത്തിനകത്ത് ആദ്യമായി 40 ദിവസം നമ്മൾ തെറിച്ചു വീഴുകയാണ്. സുമ്മയക്കൂനു അലക്ക, പിന്നെ അതൊരു രക്തക്കട്ടയാകുന്നു. മിസലദാലിക, അതുപോലെ ഒരു 40 ദിവസം. ആദ്യം ഒരു തുള്ളിയായി, പിന്നെ അതൊരു 40 ദിവസം രക്തക്കട്ടയായി, പിന്നെ അത് കഴിഞ്ഞൊരു 40 ദിവസം മാംസക്കട്ടയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നിട്ട് സുമ്മ യുബ്അസുല്ലാഹു മലക്കാ, ഒരു മലക്കിന് അല്ലാഹു ഈ സഹോദരിയുടെ ഗർഭാശയത്തിലേക്ക് പറഞ്ഞു വിടുകയാ. അമ്മമാരെ, നമ്മുടെ ഉദരത്തിലേക്ക് ഒരു മലക്ക് കടന്നു വരികയാണ്.
ഒരു തുള്ളി ബീജം പിന്നത് രക്തക്കട്ടയായി പിന്നത് മാംസക്കട്ടയായി കിടക്കുമ്പോൾ മലക്ക പിന്നെ ഒരു മലക്കിനെ അള്ളാഹു വയറ്റിനകത്തേക്ക് പറഞ്ഞുവിടുകയാണ്. സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റൂല, ചെവി വെച്ച് നോക്കിയാലും കാണാൻ പറ്റൂല. മലക്കാണ് വരുന്നത്. മലക്ക് ഉദരത്തിനകത്തേക്ക് കടന്നു വരും. എന്റെയും നിങ്ങളുടെയും എല്ലാം ഉമ്മമാരുടെ, ഭാര്യമാരുടെ, ഗർഭവതികളായ സഹോദരിമാരുടെ ഉദരത്തിനകത്തേക്ക് മലക്കുകൾ കടന്നു വന്നിട്ടുണ്ടത്രേ. ആ മലക്കുകൾ അങ്ങനെ കടന്നു വരികയാ. മലക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഒരു മലക്കിനെ ആ ഉദരത്തിലേക്ക് പറഞ്ഞു വിടുകയാ. നാല് കാര്യങ്ങള് ആ മലക്കുകളോട് പറയുന്നു. ആ ശരീരത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ പറയുകയാ. പ്രത്യേകമായ 4 കാര്യങ്ങൾ. ആ വിഷയത്തിൽ മനുഷ്യന്റെ യാതൊരുവിധ കൈകടത്തലും ഇല്ല. 4 കാര്യങ്ങളുടെ വിഷയം മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുന്നു ചെയ്തു വെക്കുക. 1 അമലഹു, അവന്റെ പ്രവൃത്തി. 2 റിസ്ഖഹു, അവന്റെ ആഹാരം. അജലഹു, അവന്റെ ആയുസ്. ശഖീനൗ സഈദുൻ, അവൻ വിജയിയാണോ പരാജയാണോ എന്നുള്ളതിനെ ഈ 4 കാര്യം രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തായാലും ഞാൻ തോറ്റവനാണെന്ന് എഴുതിയാൽ പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് വാദം കേൾക്കുന്നില്ല, ഉസ്താദെ ബക്കറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പോവാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മക്കളേത്. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖാന്തരം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് നമ്മൾ പഠിച്ചേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ വിലയിരുത്തിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റുകയുള്ളൂ. ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. അതുവരെ ചലിക്കാതെ കിടക്കുന്ന നിന്റെ ഉദരത്തിനകത്തെ ശരീരമില്ലേ, മാംസപിണ്ഡമില്ലേ, പിന്നെ ആ ശരീരത്തിലേക്ക് ആത്മാവിനെ അല്ലാഹു പടച്ചതമ്പുരാൻ ഊരിത്തരികയാണ്, ഊതിത്തരുകയാണ്. അവനെ പരാജയപ്പെടുത്തുന്നത് 3 വല്ലാത്ത സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിലൂടെ അത് വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. 3 വലിയ സംഭവങ്ങൾ ഏതൊരു മനുഷ്യനും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ നേരിട്ട് കാണുമെന്നും നേരിട്ട് അറിയുമെന്നും കണ്ടിട്ടല്ലോ. ഒന്നാമത് മുശാഹദത്തു സൂറത്തി മലക്കിൽ മൗതി. മരിക്കാൻ കിടക്കുന്നവന് ഒന്നാമത് അനുഭവിക്കാൻ പോകുന്ന വസ്തുത മലക്കിൽ മൗത്തിന്റെ രൂപം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത രംഗമാണ്. പലരും കാസറ്റിലൂടെ കണ്ടിട്ടുണ്ട്. റൂഹ് എന്ന് പറയുന്ന കാസറ്റിലൂടെയും ആത്മാവെന്ന് പറയുന്ന കാസറ്റിലൂടെയും മലക്കിൽ മൗത്തിന്റെ രൂപവും ഭാവവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വില കുറഞ്ഞ ചിന്താധാരകൾ എഴുതി വെക്കുന്ന കൽപ്പനങ്ങളല്ല അസറായിൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും കാസറ്റുകാർക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന അസ്രായേലിന്റെ ഭയാനകരമായ രംഗമല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോ പറഞ്ഞാലും പൊട്ടിക്കറിയുമായിരുന്ന സഹാബത്ത് മക്കയിലൂടെ മദീനയിലൂടെ കണ്ണുനീരിന്റെ ചാലുകൾ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറയുമ്പോൾ പൊട്ടിവിടുകമായിരുന്ന പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട വസാരി ഇമാം പറയുകയാണ്. ഫലൗറാ സൂറത്തുല്ലത്തി യത്ബു അലൈഹാ റൂഹുൽ അബ്ദിൽ മുദ്നിബി ലം യത്ഖു റഅയതഹു. അക്രമിയായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന രംഗം ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കത്തിക്കാറുന്ന കണ്ണുകളുണ്ടല്ലോ, ആ തീവാറുന്ന കണ്ണുകളുള്ള സഹോദരിമാരെ ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ, ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ. പാതിരാ സമയത്തൊരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കാണുമ്പോ കെട്ടിവിടന്ന് തളർന്നുകൊണ്ട് ഒരു തെക്കിരിക്കുന്ന മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കുന്ന ഉമ്മ മലക്കസ്സലാമിന്റെ തീവാറുന്ന കണ്ണുകളുമായി തീപ്പന്തമുള്ള കാലുകളുമായി കടന്നു വരുമ്പോ അക്രമിയായ അനാശാസ്യങ്ങൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിസ്കാരമില്ല, നോമ്പില്ല, പടച്ചവന്റെ ആദർശശുദ്ധിയില്ല, അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല, ആ രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ റൂഹ് പിടിക്കുക അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. അത് കണ്ടു നിൽക്കാൻ ഒരു മനുഷ്യനും സാധിക്കുന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായേൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു,
ഹൽ തസ്തതിഉ അൻ തുരിയനി സൂറത്തക്കല്ലത്തി തഖ്ബിദു അലൈഹാ റൂഹൽ ഫാജിരി. കള്ളുകുടിയനും പെണ്ണുകുടിയനും തെമ്മാടിയും ധിക്കാരിയുമായ ഒരുവന്റെ റൂഹിനെ പിടിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, അത്രേ നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ സാധിക്കൂല, അതുകൊണ്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ സാധിക്കൂല, അതുകൊണ്ട് നിങ്ങൾ കാണണ്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ എനിക്ക് സാധിക്കും. നീ ഏത് കോലത്തിലാണ് അവരുടെ റൂഹ് പിടിക്കാമെന്നാലും അത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. നമ്രൂദിന്റെ തീക്കുല്ലാരത്തിന് മുന്നിൽ പതറിപ്പോകാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനോവീര്യത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ മുൻവശത്ത് നിന്ന് നീ കുറച്ച് മാറി നിൽക്കുക, തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിസ്കാരം കലാക്കിയിട്ട് സീരിയൽ കാണുന്ന, നിസ്കാരം ഒഴിവാക്കിയിട്ട് സിനിമ കാണുന്ന, അതേകാലം ഇങ്ങോട്ട് കടന്നു വരുമ്പോ പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് ഫുട്ബോളിന്റെ അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാ. ഓന്റെ ചെറുപ്പക്കാരായെന്തോ ഒരാവേശമാണ്. 10-20 ചെറുപ്പക്കാര് വട്ടം കൂടി നിന്നുകൊണ്ട് ജയിക്കുന്ന പാട്ട് കുപ്പിയെടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ കൂട്ടിയെടുക്കാനായി ഫുട്ബോളിന്റെ ആരും മനസ്സിലേക്ക് കയറിയ വടക്കൻ മലബാറിന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ ചെറുപ്പക്കാരാ, ചിന്തിക്കുമോനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് കളി നടത്തുന്ന, നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് തമാശ പറയുന്ന, നിസ്കാരം ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന നബിത അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, മലബാറിൽ കലാപതിയായ മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം പെണ്ണല്ലേ യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം നമ്പർ സ്ഥാനം കിട്ടിയത്. ആ പെണ്ണിന്റെ ഉമ്മയോട് ചാനലുകാർ ചെന്നിട്ട് അഭിമുഖം നടത്തിയില്ലേ. തനിക്ക് മുമ്പിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയോട് പൊന്നുമോനെ കുറിച്ച് എന്താണ് ഭാവിയുടെ നിങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞതെന്താ, പാണ്ടിക്കാട് 10,000 തിങ്ങിക്കൂടിയിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ തലവറച്ചിട്ടുണ്ട്, നിസ്കാരപ്പെടമ്പുണ്ട്, നിസ്കാരക്കുപ്പായമുണ്ട്, യാസീനോകുന്നവരാ. നിങ്ങളെപ്പോലെ ഒരു ഉമ്മ പറഞ്ഞത് കണ്ടോ, എന്റെ പൊന്നുമോളെ സിനിമാ നടിയാക്കാനാണ് എന്റെ ആഗ്രഹമത്രേ. നിങ്ങളെപ്പോലെ ഒരു ഉമ്മ പറഞ്ഞതാ, എന്റെ പൊന്നുമോളെ സിനിമാ നടിയാക്കാനാണ് എന്റെ ആഗ്രഹവും ആവശ്യവും അത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആദർശത്തെ കബറടക്കി പോവുക. എത്ര വഅദ കേട്ടാലും ഞാൻ തലമുറയ്ക്കില്ല, എത്ര നസീഹത്ത് കേട്ടാലും ഞാൻ നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, അല്ലാഹുവിനെ ഭയപ്പെടൂരെന്ന് തീരുമാനിച്ച് ചിന്തിച്ചുകൊണ്ട് കഴിയുന്ന മുസ്ലിമേ, നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രംഗമിതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്. ബഹുമാനപ്പെട്ടവരെന്ന് വിശദീകരിക്കുകയാ. ഈ മാത്രം കൊണ്ട് തിളങ്ങുന്ന 2 കണ്ണുകളുള്ള കറുത്ത് കരിവാളിപ്പോയ ഒരു മനുഷ്യന്റെ കോലമാണ്. കറുകറുത്ത രൂപമാണ്, കറുകറുത്ത രൂപമാ. കണ്ണുകൊടുക്കുന്ന ന്യൂ ഇയറിൽ ആഘോഷത്തിന് വേണ്ടി കണ്ണുകൊടുക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരാ, നിന്റെ റൂഹ് കൊണ്ടുപോകാൻ അതായി നീ കോലത്തിലായിരിക്കും കടന്നു വരുന്നത് പോലെ. അതേ കറുത്ത നിറമാണ്, ശരീരം മുഴുവനും വല്ലാത്ത കറുപ്പോ. വളർന്ന് നീണ്ടുകിടക്കുന്ന മുടി പോലും കറുത്ത് കരുവാടിച്ചിരിക്കുകയാ. ശരീരമാണ് ഇരുകൂടിയതുപോലെ ഒരു ഇരുണ്ട ശരീരമാണ് കടന്നു വരുന്നത്. മാത്രമല്ല മന്ദനു വീഹി, എന്തോ ഒരു ദുർഗന്ധമാ. അല്ലാഹുവേ പടച്ചവനെ, നല്ല സുഗന്ധത്തിന്റെ സമയത്തല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലോ. അസ്റായീൽ ശരീരത്തിലൂടെ ദുർഗന്ധം വമിച്ചുകൊണ്ട് പറന്നിറങ്ങുന്ന രംഗം നിങ്ങൾക്ക് തരല്ല അല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ പുറപ്പെടുകയാ. അസ്വദു സിയാബ്, കറുത്ത ശരീരമാണ്, കറുത്ത മുടിയാണ്, കറുത്ത വസ്ത്രമാണ്, കറുത്ത വസ്ത്രമാണ്. ആകെ കൂടി ഒരു വല്ലാത്ത അന്താളിപ്പാട്. അതാണ് ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നവന്റെ മുഖം ഇങ്ങനെ കറുത്ത് കരുവാടിച്ചിരിക്കുന്നത്. ഈമാനില്ലാതെ മരിച്ചു പോകുന്നവന്റെ മുഖമുണ്ടല്ലോ. അസ്റായീലിന്റെ ശരീരത്തിന്റെ കറുപ്പ് കണ്ടിട്ട് കരുവാടിച്ചു പോയത് പാണ്ടിക്കാട് വീടിന്റെ മുമ്പ് എപ്പോഴോ മയ്യത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ
കണ്ടതല്ലേ? കണ്ടുകൊടുക്കുന്ന സിനിമ കാണുന്ന പൂരപ്പറമ്പിൽ ഉത്സവപ്പറമ്പിൽ പോയിട്ട് ഗാനമേളക്കാരൻ അവസാന പാട്ട് കേട്ട് ഉടമുണ്ടെന്നും തലയിൽക്കെട്ട് നൃത്തം നടത്തുന്ന മണ്ണിനും പെണ്ണിനും കണ്ണനും വേണ്ടിയിട്ട് നന്ദി പ്രസവിച്ച മാതാവിനെ പോലെ എത്തിക്കൊടുക്കുന്ന സമുദായത്തിന് മൃഗങ്ങൾ പോലും നാണിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോ, ഇന്ന് മാറ്റമുണ്ട്, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. ആ മാറ്റമാണ് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിശാലമായ മജ്‌ലിസില് തൊപ്പിയിട്ടുകൊണ്ട് കർച്ചീഫ് കൊണ്ട് തലമറച്ചുകൊണ്ട് സലാത്തുകളിൽ ആവേശത്തോട് ഈ മനോഹരമായ വേദിയിൽ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. മാറ്റമില്ലാത്ത കൂട്ടുകാരിൽ മാറ്റത്തിന്റെ മാറ്റം എടുക്കുവാനുള്ള വിപ്ലവത്തിന്റെ വാക്കുകളായി എന്റെ കൂട്ടുകാരാ നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചു കൊടുക്കുക. കണ്ടറായി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നീടുള്ള രംഗമെന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവപ്പെട്ടു പോവുകയാ. യഖ്റുജു മിൻ ഫീഹി വമനാഫിരിഹി ലഹീബുൻ നാരി ആൾ പടർന്നുകൊണ്ടിരിക്കുന്ന തീയും ആ തീയുടെ പുകപടലങ്ങളുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഞെട്ടിപ്പോവുകയാ. അല്ലാഹുവേ, എനിക്ക് കാണണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി നിലത്തു വീണുപോയത്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് മുന്നിൽ പതറിപ്പോകാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്രായേൽ ദുർമാർഗികളുടെ കൂപ് പിടിക്കാൻ വരുന്ന രംഗമൊന്ന് പെട്ടെന്നൊന്ന് കണ്ടപ്പോൾ ബോധം കെട്ട് നിലത്തു വീണുപോയത്. മാത്രമല്ല അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ മനുഷ്യരിലേക്കും നോക്കുന്നതാണ്. 366 നോട്ടം അസ്രായേൽ ഓരോ മനുഷ്യനെയും നോക്കുന്നതാണ്. എത്ര നോട്ടം? 366 നോട്ടം. 367ാമത്തെ നോട്ടത്തിൽ നിങ്ങളെ കൊണ്ടുപോകും. 366 പ്രാവശ്യം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് കാബുൽ അർവാഹ് മലക്ക് അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കും. 367ാമത്തെ പ്രാവശ്യം നോക്കുന്നത് നിന്റെ റൂഹ് പിടിച്ചുകൊണ്ടുപോകാനാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മനോഹരമായ ഹദീസിലൂടെ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാ മിൻ ബൈത്തിൻ ഇല്ലാ വ മലക്കുൽ മൗത്ത് യഖിഫു അലാ ബാബിഹി ലികുല്ലി യൗമിൻ 5 മർറാത്ത്. എല്ലാ ദിവസവും നമ്മുടെ വീടിന്റെ മുമ്പേ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം 5 പ്രാവശ്യം വന്നിട്ട് പോകുന്നു. നമ്മുടെ വീടിന്റെ മുമ്പേ 5 പ്രാവശ്യം അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പോകും എല്ലാ ദിവസവും. അപ്പൊ നിങ്ങൾ പറയാം, ഒരു അസ്രായേലുണ്ട്, ഒരുപാട് അസ്രായേലുണ്ട് ഒക്കെ നാളെ പറയും. എത്ര അസ്രായേലുണ്ട്, എത്ര അസ്രായേൽ റൂഹ് പിടിക്കാൻ വരും, എങ്ങനെയാണ് നമ്മുടെ റൂഹ് ഊരിക്കൊണ്ട് പോവുക, ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ഏത് ഭാഗത്തൂടെയാണ്, ആ സമയത്ത് നമ്മുടെ രംഗം എന്തായിരിക്കും, അതൊക്കെ ഇൻഷാല്ലാഹ് നാളെ പറയും. പക്ഷെ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ ദിവസവും 5 പ്രാവശ്യം നിന്റെ വീടിന്റെ അരികിൽ വരുമത്രേ. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഈ 5 പ്രാവശ്യം വരുമെന്ന് പറഞ്ഞത് 5 നിസ്കാര സമയങ്ങളിലാണെന്നൊരു അഭിപ്രായമുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. പാണ്ടിക്കാടിന്റെ പരിസരത്ത് നിസ്കാരമില്ലാത്ത വീടുകളുണ്ടോ? വാങ്ങിയേക്കുമ്പോ സീരിയൽ കാണുന്ന വീടുകളുണ്ടോ? ഉമ്മ അസ്രായേൽ വന്ന് നോക്കി വെച്ചിട്ട് പോവുകയാണ്. അവസാന സമയത്ത് ഒരു കാരുണ്യവും ഒരു മയവും നിന്റെ കൂടെ കാണിക്കുകയില്ല. നോക്കി വെച്ചിരിക്കുകയാണ്, വളരെ വ്യക്തമായി നോക്കി വെച്ചിരിക്കുകയാണ് അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു കാരുണ്യവും കാണിക്കില്ല. ഓരോ ദിവസവും 5 പ്രാവശ്യം നിന്റെ ഭവനത്തിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് അസ്രായേൽ. ലികുല്ലി യൗമിൻ 5 മർറാത്ത്. എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുമ്പിൽ 5 പ്രാവശ്യം അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വന്നിട്ട് സുബ്ഹാനല്ലാഹ് നമ്മുടെ രൂപഭാവങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പോവുകയാണ്. അല്ലാഹുവേ, ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പേ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ദാവൂദ് നബി ചോദിച്ചു, മൻഗന്താ, നീ ആരാണ്? നീ ആരാണ്? ആ സമയത്ത് അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മല്ലാ യുഹാദുൽ മുലൂക്. ഒരു രാജാവും തടയാത്തവനാണ് ഞാൻ. ഒരു രാജാവും തടയാത്തവനാണ് ഞാൻ. സദ്ദാം ഹുസൈന്റെ റൂഹ് പിടിക്കാനും അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു.
എല്ലാതിനെന്ന് പേര് വിളിക്കുന്ന ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി മരണപ്പെട്ടല്ലോ. അപ്പോഴും അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. സർവരും ഭയപ്പെട്ടിരുന്ന വീരപ്പന്റെ റൂഹ് പിടിക്കാനും അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. പേടിച്ചു ഭയന്നുകൊണ്ട് ലോകം മുഴുവനും തന്നെ കൈവെള്ളയിലാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിന്റെ ദുർമോഹം കൊണ്ട് ലോകം മുഴുവനും കീഴടക്കാമെന്ന് മോഹിച്ചു പോയ ഖാറൂൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ ഗുലൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലുൽ ഖുവ. ഒരു രാജ്യം മുഴുവനും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായിലെ കൊണ്ട് പിടിപ്പിച്ചതെങ്ങനെയാ? വഖസബ്നാ ബിഹി വബിദാരിഹിൽ അർള്. ഈ ദുനിയാവിന്റെ തുണിക്ക് പുറത്തെ ഖാറൂനെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്ന പർവ്വത സമാനമായ കൊട്ടാരം ഉൾപ്പെടെ ദുനിയാവിന്റെ ഒരു ഭാഗം അല്ലാഹു തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് അല്ലാഹു പടച്ചവൻ വരാൻ ഇറക്കി വെച്ച് അടക്കം ചെയ്ത് കഴിഞ്ഞവത്രേ. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുത്തനെയും പിടിക്കാൻ ബഹുമാനിക്കാൻ ഭയപ്പെട്ട് മാറിക്കൂല. അതുകൊണ്ട് തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അധികാരി വർഗങ്ങൾ പിടിച്ചു വെക്കാത്തവനാണ് ഞാൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വലാ തംനഉ മിനൽ ഖുസൂർ. ഒരു കൊട്ടാരത്തിനകത്തിരുന്നു എന്നെ ഇറങ്ങിപ്പോകാൻ ആരും പറയില്ല, എന്നെ ഇറങ്ങിപ്പോകാൻ ആരും പറയില്ല. വലാ യഖ്ബിലു റുസാ, ഞാൻ കൈക്കോലി സ്വീകരിക്കൂല, കൈക്കൂലി സ്വീകരിക്കില്ല. അധികാരികൾ എന്നെ ഇറക്കി വിടില്ല, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല. ഈ ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ഞാൻ എന്ന് സമ്മതം മൂളി. പെട്ടെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചതെന്താണെന്നറിയും? എല്ലാവർക്കും ഒരു പേടിയില്ല. ദാവൂദ് നബി ചോദിച്ചു, എന്റെ അടുത്ത് വന്നതെന്തിനാ? പേടിയാണ്, പിടിക്കാൻ വന്നാണെന്നറിയില്ല. എന്റെ അടുത്ത് വന്നതെന്തിനാ? എന്റെ അടുത്ത് വന്നതെന്തിനാ? ചിന്തിച്ചു നോക്കി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസ്രായേൽ ചോദിച്ചു, എന്തേ പേടി തോന്നുന്നുണ്ടോ? ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വലം മസ്തഅ്തു, ഞാൻ ഒരുങ്ങിയിട്ടില്ല. പേടി തോന്നുകയാണ്, ഞാൻ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്തേ എന്നെ കാണാൻ വന്നതാണോ? എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ? ചെറുപ്പക്കാരാ, നിനക്ക് പേടിയുണ്ടോ മോനെ? ഇന്നലെയും മരണപ്പെട്ടില്ല അപകടത്തിൽ എത്രയോ ചെറുപ്പക്കാര് കയ്യാല് ചിതറിപ്പോയി. ഇന്നലെ കണ്ണൂർ ജില്ലയുടെ തലശ്ശേരിയിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോ 55 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ബസിൽ നിന്നിറങ്ങിയിട്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോ ഇന്നലെ ഉച്ചസമയത്ത് മറ്റൊരു വാഹനം ചീരിപ്പാഞ്ഞുകൊണ്ട് ആ സഹോദരനെ ഇടിച്ചു തെറിപ്പിക്കുകയാ. ആ സഹോദരന്റെ ശരീരം പോയിട്ട് ഒരു പോസ്റ്റിലിരിക്കുകയാ. ആ പോസ്റ്റിലിടിച്ചിട്ട് കൈകാലും തലച്ചോറും ഒക്കെ ചിതറിപ്പോവുകയാ. സുബ്ഹാനല്ലാഹ്, 1 മണിക്ക് ജീവിച്ചിരുന്ന മനുഷ്യനാ 1:30 മണിയായപ്പോ നടുറോഡ് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും